നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സദ്യ ഓലൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നല്ല നെയ്ക്കുമ്പളം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നെയ്ക്കുമ്പളത്തിൽ ഉണ്ടാക്കുന്ന സദ്യ ഓലൻ നമുക്ക് നോക്കാം. നമുക്ക് ഓലൻ ഉണ്ടാക്കി തുടങ്ങാം. അതിന് നെയ്ക്കുമ്പളം, ക്യാരറ്റ്, മത്തൻ, തൊണ്ടമുളക് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് തുടങ്ങാം. അങ്ങനെ നമ്മൾ കുമ്പളം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓലന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അത് മത്തൻ, അടുത്ത് ക്യാരറ്റ്, നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഓലന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉരുളിയിൽ നമുക്ക് ഈ പച്ചക്കറി തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കാം. നമുക്കിനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചക്കറികൾ ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് വേവിക്കാനായിട്ട് രണ്ടാം പാൽ, പച്ചക്കറികൾ മുങ്ങി കിടക്കുന്ന രീതിയിൽ രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് ഈ പച്ചക്കറിയെല്ലാം വേവിച്ചെടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 15 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. കഴിവതെല്ലാവരും നെയ്ക്കുമ്പളം കിട്ടുകയാണെങ്കിൽ നെയ്ക്കുമ്പളത്തിൽ തന്നെ ഓലനുണ്ടാക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് വേവിക്കാൻ വച്ചേക്കുന്ന പച്ചക്കറികൾ നോക്കാം. 20 മിനിറ്റോളം കഴിഞ്ഞു, വെന്തിട്ടുണ്ട്. പച്ചക്കറിയെല്ലാം നല്ല വെന്തിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വച്ചേക്കുന്ന പെരുമ്പയർ ഇതിലോട്ട് തട്ടി കൊടുക്കാം. ഇനി നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാലിൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫിനിഷ് ചെയ്ത് മാറ്റാം. നമുക്ക് എടുത്തു വച്ചേക്കുന്ന തിക്കായിട്ടുള്ള ഒന്നാം പാൽ ആവശ്യത്തിന് ഇതിൽ ഉപ്പുണ്ട്. രണ്ടാമതൊഴിച്ച പാല് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഫിനിഷ് ചെയ്ത് മാറ്റാം. ഇനി ഒരു 2 തണ്ട് പച്ച കറിവേപ്പില, 2 തണ്ട് പച്ച കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് അങ്ങനെ നമ്മുടെ സദ്യ ഓലൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ സദ്യ ഓലൻ റെഡിയായിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയ അതേ രീതിയിൽ തന്നെ നിങ്ങളും സദ്യ ഓലൻ ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.